നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കൊടും ചൂടിൽ മാളം വിട്ട പാമ്പ് ഒരു കുരുന്നിന്റെ ഉൾപ്പെടെ 2 ജീവൻ കൂടി ഇപ്പോഴിതാ എടുത്തിരിക്കുകയാണ്. കഴിഞ്ഞ 5 ദിവസത്തിനിടയിൽ 2 കുരുന്നുകൾ മരിച്ചിരിക്കുന്നു, ഒരു യുവതിയും മരിച്ചിരിക്കുന്നു. അങ്ങനെ 3 മരണം. ചിറയൻകീഴ് അഴൂരിൽ ദിൽഷൽ ദിലീപ് എന്ന 8 വയസ്സുകാരനും കായംകുളം ചേരാവള്ളി വടക്കേത്തോപ്പിൽ സലീന എന്ന 42 വയസ്സുകാരിയാണ് ഇന്നലെ മാത്രം മരിച്ചത്. കഴിഞ്ഞ ദിവസം ഇന്നലെ തന്നെ പോത്തങ്കോട് വൈകുന്നേരം ട്യൂഷൻ ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് നടന്നു പോവുകയായിരുന്ന വിദ്യാർത്ഥിയുടെ കാലിലും പാമ്പ് കടിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിൽ ആ വിദ്യാർത്ഥി കഴിയുകയാണ്. തൃശൂരിൽ 8 വയസ്സുകാരൻ അൽജോ പാമ്പ് കടിയേറ്റ് മരിച്ചത് കഴിഞ്ഞ ദിവസമാണ്. നിർധന കുടുംബ അംഗമാണ് ദിക്ഷൽ. അടച്ചുറപ്പില്ലാത്ത വീട്ടിൽ അമ്മുമ്മയ്ക്കൊപ്പം നിലത്ത് പായിൽ കിടക്കുമ്പോഴാണ് മൂർഖൻ കടിച്ചത്. ആഴൂർ മുലയിൽ കമ്പിക്കകം വീട്ടിൽ ദിലീപിന്റെയും അനുവിന്റെയും മകനാണ്. കടിച്ച പാമ്പിനെ വീട്ടിൽ നിന്ന് നാട്ടുകാർ പിടികൂടി. കുടുംബത്തിന് സ്വന്തമായി ഭൂമിയില്ല. സുമനസിന്റെ കാരുണ്യത്താൽ കിട്ടിയ 5 സെന്റിൽ പ്ലൈവുഡ് കൊണ്ട് മറച്ച ഷെഡിൽ തകര ഷീറ്റ് മേഞ്ഞാണ് താമസം. ഇന്നലെ പുലർച്ചെ 2ഓടെ വലതുകാലിന്റെ പെരുവിരലിൽ കടിയേറ്റ ദിക്ഷൽ ഉണർന്ന് കരയുകയായിരുന്നു. അമ്മയും അച്ഛനും ചേർന്ന് ബൈക്കിലിരുത്തി ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. പാമ്പ് കടിച്ചതാണ് എന്ന് സ്ഥിരീകരിക്കാൻ ഡോക്ടർക്ക് കഴിഞ്ഞില്ല. ആന്റിവെനം നൽകാനും കഴിഞ്ഞില്ല. പ്രാഥമിക ശുശ്രൂഷയ്ക്ക് ശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് അയച്ചെങ്കിലും വഴിമധ്യേ മരണമടഞ്ഞു. താലൂക്ക് ആശുപത്രിയിൽ ആന്റിവെനം നൽകിയിരുന്നെങ്കിൽ മകന്റെ ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നു എന്നാണ് അവർ പറയുന്നത്. ശാർക്കര ശ്രീ ചിത്രവിലാസം സ്കൂളിൽ 3ാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്നു. അലൂമിനിയം ഫാബ്രിക്കേഷൻ തൊഴിലാളിയാണ് ദിലീപ്. DPT സെന്ററിലെ ജീവനക്കാരിയാണ് അനു. അംഗനവാടി വിദ്യാർത്ഥി ദൃക്ഷിക സഹോദരിയാണ്. മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു കഴിഞ്ഞ ദിവസം. ഇന്നലെ രാത്രി 7:30ക്കാണ് സെലീനയ്ക്ക് കടിയേറ്റത്. കൊറ്റക്കുളങ്ങരയിലെ ബന്ധുവീട്ടിൽ വിവാഹ സത്കാരത്തിൽ പങ്കെടുത്ത ശേഷം മടങ്ങാനായി സ്കൂട്ടർ എടുക്കാൻ പറമ്പിൽ പോയപ്പോഴായിരുന്നു സംഭവം. പാമ്പുകടിയേറ്റ് എന്ന് സെലീന അടുത്തുണ്ടായിരുന്നവരോട് പറഞ്ഞു. കായംകുളം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഭർത്താവ് നാജിം വ്യാപാരി വ്യവസായ സമിതി സെക്രട്ടറിയാണ്. മകൾ നാസിയയാണ്. ഇന്നലെ തിരുവനന്തപുരത്ത് 2 പേർക്ക് കൂടിയാണ് പാമ്പ് കടിയേറ്റത്. വർക്കല ചൂരവിള വീട്ടിൽ ആശാ വർക്കർ ഷംന എന്ന 32 വയസ്സുകാരിക്കും പോത്തങ്ങോട് വേങ്ങോട് അശ്വതിയിൽ +2 വിദ്യാർത്ഥിനി ദുർഗ എന്ന 17 വയസ്സുകാരിക്കാണ് കടിയേറ്റത്. ഇരുവരും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറിയിരുന്നു. സംസ്ഥാനത്ത് പാമ്പ് കടിയേറ്റുള്ള മരണങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കർമ്മ പദ്ധതിയുമായി വനംവകുപ്പ് രംഗത്തെത്തിയിട്ടുണ്ട്. പരിശീലനം നേടിയ വോളണ്ടിയർമാരുടെ സേവനം പഞ്ചായത്ത് തലത്തിൽ ഉപയോഗപ്പെടുത്താൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാത്രവുമല്ല, കഴിഞ്ഞ ദിവസം ഈ പറയുന്ന 8 വയസ്സുകാരന്റെ മൃതശരീരം അവിടെ സംസ്കരിക്കുന്നതിനിടയിലും പാമ്പുകൾ ഉണ്ടായിരുന്നു എന്നാണ് പലരും പറയുന്നത്. അതൊരു കാട് പിടിച്ച സ്ഥലം തന്നെയാണ്. പാമ്പില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്നാണ് പറയുന്നത്. ഇവിടെ എങ്ങനെയാണ് 2 കുട്ടികളെയും കൊണ്ട് ഇവർ താമസിക്കുന്നതെന്ന് തലയിൽ കൈവച്ച് നമ്മൾ ചിന്തിച്ചു പോകുന്ന ഒരു അവസ്ഥയാണ് അവർക്കുള്ളത്. പാമ്പുകളെ പിടിച്ച് സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റാൻ 24 മണിക്കൂറും ഇവരുടെ സേവനം ഉപയോഗപ്പെടുത്താം. വനം വകുപ്പിന്റെ സർപ്പ ആപ്പ് വഴി വോളണ്ടിയർമാരുടെ സേവനം ഉറപ്പുവരുത്താനാകും. പാമ്പുകടി ഏൽക്കാതിരിക്കാൻ പാലിക്കേണ്ട മുൻകരുതലുകളെ പറ്റി എല്ലാ പഞ്ചായത്തുകളിലും വോളണ്ടിയർമാരുടെയും വനപാലകരുടെയും നേതൃത്വത്തിൽ ബോധവൽക്കരണം നടത്തും. ഉയർന്ന ചൂട് രേഖപ്പെടുത്തുന്ന സാഹചര്യത്തിൽ ഇഴജന്തുക്കൾ മാളം വിട്ടിറങ്ങാനുള്ള സാധ്യത കൂടുതലാണ്. വീടിന് സമീപമുള്ള പൊന്തക്കാടുകൾ, മാളങ്ങൾ, വിള്ളലുകൾ തുടങ്ങിയവ നീക്കം ചെയ്യണമെന്നും ഇര തേടി പാമ്പുകൾ എത്താതിരിക്കാൻ പരിസര ശുചീകരണം പാലിക്കണമെന്നും ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ അറിയിച്ചിട്ടുണ്ട്. ഒഴികിടക്കുന്ന പറമ്പുകളിലെയും മറ്റും കുറ്റിക്കാടുകൾ വെട്ടിത്തെളിക്കുന്നതിനായി ജില്ലാതലത്തിൽ സമിതികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും വനവകുപ്പ് അറിയിച്ചിട്ടുണ്ട്. അതേസമയം ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച പാമ്പ് കടിയേറ്റ് മരിച്ച അൽജോയുടെ വീട്ടിൽ നിന്നും വീണ്ടും പാമ്പിനെ കണ്ടെത്തി. ഇതോടെ വീട്ടിൽ നിന്നും ആകെ 5 മൂർഖൻ കുഞ്ഞുങ്ങളെയാണ് കണ്ടെത്തിയത്. വീട്ടിൽ ഇനിയും പാമ്പിൻ കുഞ്ഞുങ്ങൾ ഉണ്ടോ എന്ന് കണ്ടെത്തുന്നതിനായി പരിശോധനകൾ നടത്തുന്നുണ്ട്. ഇന്നലെ 2 പേർക്കാണ് പാമ്പ് കടിയേറ്റ് ജീവൻ നഷ്ടമായത്. ഇന്നലെ പുലർച്ചെ ഉറക്കത്തിനിടയിലാണ് ചിറയൻകീഴിലെ അഴൂരിൽ 8 വയസ്സുകാരൻ മരണപ്പെട്ടത്. എന്തായാലും ഇതൊന്നും വെച്ചു പൊറിപ്പിക്കാൻ കഴിയില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പാമ്പ് കടിയേറ്റ് ഇങ്ങനെ മരിക്കാൻ വേണ്ടിയല്ല നമ്മൾ നമ്മുടെ കുരുന്നുകളെ വളർത്തുന്നതെന്ന് ഓർക്കുക. അതുകൊണ്ട് സ്വയം നമ്മൾ കൂടി ഈ പറയുന്ന ചുറ്റുപാടുകളൊക്കെ തന്നെ ഒന്ന് വൃത്തിയാക്കി നമ്മൾ കൂടി ഒന്ന് സുരക്ഷ ഉറപ്പാക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് എന്ന കാര്യത്തിൽ ആരും മറക്കാതെ.